ഫസ്റ്റ് DIY നമ്മുടെ പൊട്ടറ്റോ ആട്ടോ. ഉരുളക്കിഴങ്ങ് അത് വെച്ചിട്ടാണ്. ഉരുളക്കിഴങ്ങ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് നല്ല അരിപ്പയിൽ അരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുഞ്ഞു പാത്രത്തിലെടുത്തിട്ട് ജ്യൂസ്, എന്നിട്ട് ഞാൻ അതിലോട്ടൊരു കോട്ടൺ പാഡ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാൻ, ഞാനപ്പോൾ ജസ്റ്റ് 2 പീസാക്കി അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് നന്നായിട്ട് ആ ജ്യൂസ് ഒന്ന് കോട്ടൺ പാഡിലോട്ട് അബ്സോർബ് ആകുന്നവരെ നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ നേരമായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തെളിഞ്ഞ വെള്ളം മാത്രമേ മേളിലുണ്ടാവുള്ളൂ, അടിയിലായിരിക്കും ആ സംഭവങ്ങളെല്ലാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കോട്ടൺ പാഡ് ഇടാൻ വേണ്ടി. എന്നിട്ട് ഞാൻ 2 കണ്ണിലും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഡാർക്ക്നെസ്സൊക്കെ മാറ്റാനും സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മാറ്റുമ്പോൾ അതിൻ്റെ ആ ഒരു സുഖം വേറേതായിട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. പിന്നെ ആ സെറ ഉണ്ടാവില്ല, സെറ അല്ല ജ്യൂസ് ഉണ്ടാവില്ല, അത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഡെയിലി നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ PM AM ഒക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നന്നായിരിക്കും. അപ്പം നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പം നമ്മുടെ രണ്ടാമത്തെ DIY ആണ് നമ്മുടെ ആലോവേര കേട്ടോ, കറ്റാർവാഴ എല്ലാവർക്കും അറിയാം, ഒരുപാട് ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ E ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് സ്കിന്നിൻ്റെ പ്രോബ്ലംസിന് നല്ലൊരു പരിഹാരമുള്ളൊരു സംഭവമായിട്ട് നമ്മുടെ കറ്റാർവാഴ. അപ്പം ഞാൻ കറ്റാർവാഴ എടുത്ത് കുറേ നേരം ഒന്ന് ചരിച്ച് വെച്ച് അതിൻ്റെ ആ ഒരു യെല്ലോ കളറിലെ ജെല്ലൊക്കെ ഒന്ന് പോയി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഒരു കുഞ്ഞിങ്ങനെ നൈസാക്കിയായിട്ട് ഞാൻ അരിഞ്ഞേക്കുന്നത്. അത്രയും നൈസാക്കി അരിഞ്ഞ് എൻ്റെ കണ്ണിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടി. എന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ അടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഞാൻ എന്തായാലും ഒരു 5 മിനിറ്റ് വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കറ്റാർവാഴയുടെ ആ ജെല്ലൊക്കെ അവിടെ ഉണ്ടാവും. നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി എൻ്റെ ഉറക്കമൊട്ട് ശരിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു മസാജിങ് കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലായിട്ടോ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ചേഞ്ച് ഉണ്ടാവും. ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ആകും കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത DIY ആണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് കാപ്പി എടുത്തിട്ടുണ്ട്, കുടിക്കാനല്ല. ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ഡാർക്ക്നെസ്, കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക്നെസ് മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പം ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മുക്കി പിഴിയുന്നുണ്ട്. പിഴിയുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഒഴുകി നടക്കും കാപ്പിയൊക്കെ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ അടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കഫീനുള്ളതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ഡാർക്ക്നെസ് കുറക്കാനും അതുപോലെ തന്നെ ഈ ബാഗൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാനും പിന്നെ ഒരു നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോഴേ സത്യം പറഞ്ഞാൽ അമ്പിളിയമ്മാവനില്ലേ, അമ്പിളിയമ്മാവ ആ പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ടോ. അമ്പിളിയമ്മാവനെന്നല്ല, അമ്പിളിമാമനില്ലേ, അമ്പിളിമാമനെന്നാണോ? അമ്പിളിമാമൻ, നമ്മുടെ ചന്ദ്രനില്ലേ, ചന്ദ്രൻ, മൂൺ, അതിനെനിക്ക് ഓർമ്മ വന്നു കേട്ടോ. എന്തായാലും നിങ്ങളിത് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫീൽ കിട്ടും. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കമില്ലായിരുന്നു. ഈ ഒരു DIY ഒക്കെ കഴിഞ്ഞിരിക്കുവാണ്, ഞാൻ നല്ല ഉറക്കത്തിലോട്ട് പോകാൻ കണ്ണ് അത്രയും കൂളായിട്ടിരിക്കുവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡെയിലിയോ അല്ലെങ്കിൽ 2-3 വട്ടം ആഴ്ചയിലൊക്കെ ചെയ്യാൻ നല്ല മാറ്റം ഉണ്ടാകും. അപ്പോൾ നല്ലൊരു DIY പാക്കാണ് ഇപ്പം ഞാൻ 3 കാണിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം ഞാൻ ഈ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും പോയി നന്നായിട്ടൊന്ന് ഉറങ്ങും. അത്രയും അടിപൊളിയാണ്. അപ്പോൾ കഫീനുള്ളിൽ കഴിക്കുന്നത് നല്ല, അല്ലെങ്കിലും പുറത്ത് അടിപൊളിയാണെന്ന് ചെയ്ത് നോക്കട്ടോ എല്ലാവരും. അപ്പം നമ്മുടെ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടില്ല. അപ്പം 3 DIY ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, അതിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിൽ അലർജിയുള്ള DIY നിങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ. മെയിനായിട്ട്